എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയത്തെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത്. വിഷയം മറ്റൊന്നുമല്ല, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ അഥവാ കേരളത്തിൽ പറയുന്നത് പോലെ കന്നിമൂലയിൽ പ്രധാന വാതിൽ വന്നാലുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ആ ഭവനത്തിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദോഷങ്ങൾ, അനുഭവിക്കുന്ന ദുരവസ്ഥകൾ എന്തൊക്കെയെന്നാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത്. നമുക്ക് ദോഷങ്ങൾ വരുന്നതിനുള്ള 3 കാരണങ്ങളാണ് പ്രധാനമായും നമുക്ക് ആത്മീയമായി പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. ഒന്നാമത്തേത് ഗ്രഹനക്ഷത്രങ്ങളുടെ മോശമായ പ്രഭാവം. രണ്ടാമത്തേത് നാം ചെയ്യുന്ന മോശമായ കർമ്മങ്ങൾ, അതായത് മോശം കർമ്മങ്ങൾ ചെയ്താൽ കിട്ടുന്ന ഫലങ്ങൾ നമുക്ക് മോശം അവസ്ഥകൾ തരും. അതുപോലെ മറ്റൊന്നാണ് വാസ്തുദോഷങ്ങൾ. ഈ ആദ്യം പറഞ്ഞ 2 കർമ്മങ്ങൾ, അതായത് നമ്മൾ മോശമായ കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഫലങ്ങളും അതുപോലെ ഗ്രഹദോഷങ്ങളുടെ മോശമായ പ്രഭാവം, ഗ്രഹങ്ങളുടെ മോശമായ പ്രഭാവം കൊണ്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഉണ്ടാകുന്ന ദുരവസ്ഥകൾ നമുക്ക് സത്കർമ്മങ്ങൾ ചെയ്തും അതുപോലെ പ്രായശ്ചിത്തം ചെയ്തും അതുപോലെ മറ്റ് പൂജാകർമ്മങ്ങൾ ചെയ്തും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. എന്നാൽ വാസ്തുദോഷങ്ങളെ ശാസ്ത്രീയമായ പരിഹാരത്തിലൂടെ അല്ലാതെ അതിനെ മാറ്റാൻ കഴിയില്ല. അതായത് ഈ ചൈന പ്രൊഡക്റ്റ് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചാലും, അതായത് ഈ ലാഫിംഗ് ബുദ്ധ, തൂക്കിയിടുന്ന മണി, ചില വീട്ടിലൊക്കെ ഞാൻ ടോയ്ലറ്റിൻ്റെ മുകളിലൊക്കെ തൂക്കിയിടുന്നത് കണ്ടിട്ടുണ്ട്. വിഞ്ചയമൊന്നും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ. അതൊക്കെ പോട്ടെ. അതുപോലെ യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രങ്ങൾ ജപിച്ചാലോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചാലോ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലോ ആ ദോഷം മാറില്ല. വീട് പൊളിച്ച് അത് ആ ഭാഗത്തെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞാലോ ആ ദോഷം മാറുന്നതല്ല. ശാസ്ത്രീയമായ പരിഹാരങ്ങൾ മാത്രമേ വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളൂ. ഇനി ഈ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. മറ്റൊന്നുമല്ല, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ പ്രധാന വാതിൽ വന്നാൽ ആ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് ഡിലേ. D4 ഡിലേ. ഒന്നാമത്തെ ഡി. അതിൽ എല്ലാ കാര്യത്തിലും ഡിലേ ആയിരിക്കും. അഡ്മിഷൻ്റെ കാര്യം, പഠനത്തിൻ്റെ കാര്യം, ഏതെങ്കിലും പേപ്പർ കിട്ടാതിരിക്കുക, ജോലി കിട്ടാൻ താമസം, വിവാഹത്തിന് താമസം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ താമസം, ഇങ്ങനെ എല്ലാ കാര്യത്തിലും, ബാങ്കിൽ എന്തെങ്കിലും അടവ് വന്നാൽ അടയ്ക്കാനുണ്ടെങ്കിൽ അതിന് താമസം, ഇങ്ങനെയുള്ള താമസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവരുടെ വീട്ടിൽ, അതായത് ഈ പറഞ്ഞ കാര്യം ഡിലേ വരുന്നത് ഈ ദോഷം കൊണ്ട് മാത്രമല്ല, ഇങ്ങനെ വാതിലുകൾ ഉള്ള വീട്ടിൽ തീർച്ചയായും ഈ കാര്യമുണ്ടാകും. എല്ലാ കാര്യത്തിലും ഡിലേ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യമായാലും ഏത് കാര്യമായാലും അവിടെ എല്ലാത്തിനും താമസമായിരിക്കും. രണ്ടാമത്തേത് D4 ഡിപ്രഷൻ. ഏത് കാര്യത്തിലും ഇവിടെ ഉള്ളവർ, കുട്ടികളായാലും സ്ത്രീകളായാലും അതുപോലെ പുരുഷന്മാരായാലും വയസ്സായവരായാലും ഇവർക്കെല്ലാം പെട്ടെന്ന് ഡിപ്രഷൻ ഉണ്ടാകും. ഏത് ചെറിയ കാര്യം, എവിടെന്നെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് വന്നിട്ട് ഡിപ്രഷൻ ആയിരിക്കും. മകൻ കുറച്ച് കുറഞ്ഞ് പഠിച്ച് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടി, മാർക്കൊന്ന് കുറഞ്ഞു പോയി, കുട്ടികൾ ഡിപ്രഷൻ ആവുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഡിപ്രഷൻ കൊണ്ടുവരും. അത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലും വരും. ഡിപ്രഷൻ മൈൻഡായിരിക്കും അവിടെ ഉള്ളവർക്ക് കൂടും. ചെറിയ കാര്യങ്ങൾക്ക് വരെ ആകെ അസ്വസ്ഥമായിരിക്കും. രണ്ടാമത്തേത്, ഇതിൽ വേറൊരു കാര്യം കൊണ്ട് പറയാം. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വാതിൽ വന്നാൽ, പ്രധാന വാതിൽ വന്നാൽ അല്ലാതെയും കുറച്ച് ദോഷമുണ്ട്. ഒന്നാമത്, നമുക്ക് ആ ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂമിന് പറ്റില്ല. പിന്നെ അവിടെ ദോഷങ്ങൾ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറയാം. ഈ പുസ്തകത്തിലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭാഗത്ത് നമ്മൾ ഈ പുസ്തകത്തിൽ ഞാൻ കാണിച്ചു തരാം. തന്നെ ഇതേപോലെ ഏതെങ്കിലും വാസ്തു ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒരു പടം കണ്ട് കാണും. ഓക്കെ, ഇതിപ്പോൾ തിരിച്ചായിരിക്കും വന്നിട്ടുള്ളത്, സോറി. ഇതിനകത്ത് നോക്കുക, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നമുക്ക് അവിടെ പിത്ര, മൃഗ, അതുപോലെ വൈവാരിക, സുഗ്രീവ, ഭൃഗരാജ്,
ഗന്ധർവ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളായിരിക്കും ഈ ഭാഗത്ത്. ഇവിടെ നമ്മൾ ഒരു ദ്വാരം, അതായത് പ്രധാന വാതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ആ നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റ് ആയിരിക്കും ആ ഭവനത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഈ ഈ ഓരോ എനർജി ഉണ്ട് ഇതിനകത്ത്. 45 എനർജി ഈ വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് കിട്ടും. അതിനകത്ത് കുറച്ച് പേര് നെഗറ്റീവാണ്, കുറച്ച് പേര് പോസിറ്റീവാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും വാസ്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ അതും ശ്രദ്ധിക്കണം, അല്ലാതെ പഞ്ചതത്വങ്ങളെ ശ്രദ്ധിക്കണം. അത് ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതാണ്. അതായത് നമ്മൾ വാസ്തു നോക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഇരിക്കുന്ന എനർജി ഫീൽഡ്, ആ എനർജി ഫീൽഡിൻ്റെ സ്വഭാവം. നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിനും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അവരുടെ സ്വഭാവം എന്ത്. പിന്നെ ഈ പുസ്തകത്തിലും ഞാനത് എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ നിറമെന്ത്, അവരുടെ എന്തിനാണ് അവർ ആ ഭാഗത്തിരിക്കുന്നത്, എന്താണ് അവരുടെ കർമ്മം എന്നതിനെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. ഈ പ്രശ്നം ഇതുകൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, പ്രധാന വാതിൽ അവിടെ ആയതുകൊണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾ. ഇനി അടുത്ത ഒരു ദോഷമാണ് കടം വന്ന് കയറുക. ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഇതുപോലെയുള്ള വീട്ടിൽ കടം വന്ന് കയറാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇവർക്ക് അവർക്ക് കിട്ടുന്നത് പോരായികയായി വരും. അതായത് അവർ എത്രയാണോ അവർക്ക് കിട്ടുന്നത് അത്രയും കാശ് അവർക്ക് പോരായ്മയായിട്ട് വരും. അതിനു വേണ്ടി ഒരു കടം മേടിക്കുന്നു. ഈ കടത്തിനെ മറികടക്കാൻ, അതായത് ഈ കടം വീട്ടാൻ മറ്റൊരു കടം എടുക്കുന്നു. അതിങ്ങനെ കടം കൂടി 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 ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്രഷൻ ഉണ്ടാകും. കടം വന്നു കഴിഞ്ഞാൽ ആർക്കായാലും ഡിപ്രഷൻ ഉണ്ടാകും. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വാതിൽ ഉള്ള വീടുകളിലുള്ളവർ അനുഭവിക്കുന്നത്. വിവാഹ തടസ്സം ഇതെല്ലാം ആ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ വീട്ടിലുള്ളവർ. ഇതിന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ തെക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വാതിൽ, പ്രധാന വാതിൽ ഉള്ള ഭവനത്തിൽ ജീവിക്കുന്നവർ, അതായത് ശാസ്ത്രം പറയുന്നത് ഇതാണ്, അതായത് കന്നിമൂലയിൽ വാതിൽ വന്നു കഴിഞ്ഞാൽ ഈശാന്യ, അതായത് വടക്ക് കിഴക്ക് ദിശയിൽ കിണറുണ്ടെങ്കിൽ 11 വർഷം ജീവിക്കാം കേട്ടോ. ഇവിടെ കിണറുണ്ടെങ്കിൽ 15 വർഷം മാത്രം അവിടെ ജീവിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിക്കുകയായിരിക്കില്ല. ജീവിക്കുകയാണ്, പക്ഷെ തള്ളി നീക്കി ആയിരിക്കും അവരുടെ പോകുന്നത്. അവിടെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വീട് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നെങ്കിലും, അത് നിങ്ങളൊരു പുതിയതായിട്ട് വീട് വയ്ക്കുന്നെങ്കിലും, ആ ഭവനത്തിൽ അതായത് ഈശാനയിൽ വടക്ക് കിഴക്ക് ദിശയിൽ കിണറില്ല എങ്കിൽ 4 വർഷത്തിൽ കൂടുതൽ അവിടെ ജീവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിന് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ചെയ്യുക. പ്രിയരെ, ഇതാണ് ഒരു വീടിൻ്റെ വാടക. അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടുള്ളതെല്ലാം ഈ ഫ്ലാറ്റുകളിലാണ്. ഒരു ഫ്ലാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള വീട് തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും. എങ്ങനെയാണ് അവർ താമസിക്കുന്നത് പോയി നോക്കിയാൽ മതി. ഈ പറഞ്ഞ 3 കാര്യങ്ങളും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രിയരെ, ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.